വളരെ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് നമ്മളുടെ കുറച്ച് കാലങ്ങളായിട്ട് ശ്രീ ഒ ബി രാജേഷ് പറഞ്ഞതുപോലെ കുറച്ച് കാലമായിട്ട് ഇത്തരം സാധാരണക്കാരായ മനുഷ്യരെ, പ്രത്യേകിച്ച് വനമേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാട്ടുപന്നി ആക്രമണം ആയിക്കോട്ടെ, ആനയുടെ ആക്രമണം ആയിക്കോട്ടെ, പുലിയുടെ ആക്രമണം ആയിക്കോട്ടെ, കടുവയുടെ ആക്രമണം ആയിക്കോട്ടെ. അപ്പോൾ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ ഈ മലയോര മേഖലകളിൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല. പല ആളുകളും കേരളം ഒരു സസ്റ്റൈനബിൾ മോഡലുമായിട്ട് മുന്നേക്ക് വരും എന്നാണ് പ്രത്യാശിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊക്കെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകമാണ് മാൻ ഈറ്റേഴ്സ് ഓഫ് കുമാവോൺ എന്ന് പറഞ്ഞിട്ട് ജിം കോർബറ്റിൻ്റെ പുസ്തകം. അതിനകത്താണ് ഈ നരഭോജിയായ കടുവയെക്കുറിച്ചുള്ള പരാമർശം ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത്. അങ്ങനെ ചരിത്ര പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും, നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 860 പേരാണ് അധിവസിക്കുന്നത് മനുഷ്യർ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്രയധികം കടുവകൾ, അതിന് 360 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 3000 സ്ക്വയർ കിലോമീറ്റർ വേണ്ടുന്ന സ്ഥലത്ത് 360 സ്ക്വയർ കിലോമീറ്ററിനകത്ത് അധിവസിക്കുന്നത്. ഏതാണ്ട് 3000-ഓളം ആനകൾ തന്നെ കേരളത്തിലെ കാടുകളിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട റീസണാണ്. ഇൻട്രൂഡർ പ്ലാന്റ്സ് ഒരു പ്രധാനപ്പെട്ട റീസണാണ്. പിന്നെ ഈ അടിക്കാടുകൾക്ക് പകരം വൻ പ്ലാന്റേഷൻസ് ഉണ്ടല്ലോ, ടേക്ക് പ്ലാന്റേഷൻസ്. സർക്കാരിൻ്റെയും അല്ലാതുള്ള മറ്റുള്ള പ്രൈവറ്റ് ഏജൻസീസിൻ്റെയൊക്കെ ടീക്ക് പ്ലാന്റേഷൻസിൻ്റെ അടിയിൽ അടിക്കാടുകളില്ല. അടിക്കാടുകളുണ്ടെങ്കിൽ അതിന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മാനുകളും മറ്റ് സാധനങ്ങളൊക്കെ അവിടെ വളരത്തുള്ളൂ. അടിക്കാടുകളില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇരതേടി ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങാറുണ്ട്. അല്ലെങ്കിൽ അവിടെ നാട്ടിൽ വന്നിട്ട് ആടിനെയും പശുവിനെയും പട്ടിയെ അടക്കം പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അടിയന്തരമായിട്ട് എന്തെങ്കിലും പിന്നെ നമ്മൾ സോളാർ ഫെൻസിങ് ഒക്കെ ഏർപ്പെടുത്താം എന്ന് വെച്ചാൽ ഇത്ര എക്സ്റ്റെൻസീവായിട്ട് സോളാർ ഫെൻസിങ് നേരത്തെ മുമ്പ് വനംവകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോൾ UDF ഒരു പ്രചരണം നടത്തിയപ്പോൾ കെ സുധാകരൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിനകത്ത് കെ സുധാകരൻ പറഞ്ഞത് ആദ്യമേ ഞങ്ങൾ ഇത് കണക്കുള്ള ഫെൻസിങ് ചെയ്ത് നോക്കി. ഇത് ആനയ്ക്ക് ആദ്യമേ ഷോക്ക് അടിച്ചപ്പോൾ കൊമ്പ് തെറിച്ച് പോയി. അതിനുശേഷം പിന്നെ അത് കമ്പ് കൊണ്ടൊന്ന് തട്ടിക്കളഞ്ഞു. അതിനുശേഷം ട്രെഞ്ച് കുഴിച്ചു, അതിനകത്ത് വെള്ളം നിറച്ചു, അതിനെ മണ്ണിടിച്ച് വീണ്ടും ആന ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. അങ്ങനെ അവർ ശ്രമിച്ചതെല്ലാം പരാജയപ്പെട്ടു. ഇതിന് ശാശ്വതമായൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു പരിഹാരം എല്ലാവരും കൂടെ, എക്സ്പേർട്സ് എല്ലാം കൂടി ഇരുന്ന് തീരുമാനിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ 70-ലെ വനനിയമം കൊണ്ട് വനം സംരക്ഷിച്ച് നിർത്തി, അതുകൊണ്ട് മൃഗം സംരക്ഷിച്ച് നിർത്തി. പിന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഹ്യൂമൻസിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ ഈ ഇപ്പം മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതൊന്നും വാർത്തയാവില്ല. കേരളത്തിൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള, അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയ്ക്കും ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് വളരെയധികം ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഓരോ മനുഷ്യജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ആളുകൾ വ്യാപൃതരായി. അതുകൊണ്ടാണ് എല്ലാവരും കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. എന്താണ് കേരള മോഡൽ? ഇതിനൊരു സസ്റ്റൈനബിൾ മോഡൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാനാവുക. ഇത് ഇന്ത്യയിലെ മുഴുവൻ പ്രശ്നത്തിന് പരിഹാരമാവും.